കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ടൊരു കമൻറ്റ് വന്നു, മരണസംബന്ധമായിട്ടുള്ള വിഷയമാണ്. അപകട മരണം ഗ്രഹനിലയിൽ നിന്നറിയാമോ സാറേ, ജാതകത്തിൽ നിന്നറിയാമോ? എല്ലാവർക്കും ആകാംക്ഷയാണ്. അപകടപ്പെട്ടാണോ അല്ലാതാണോ ഞാൻ മരിക്കുന്നത്? മരണം ഒരിക്കലും ഒരാൾക്കും ഈശ്വരന് മാത്രം പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് മരണം. പക്ഷേ എങ്കിൽ തന്നെയും സ്വാഭാവിക മരണമാണോ അല്ലാത്ത മരണമാണോ, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വരുന്ന മരണങ്ങളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ദോഷസംബന്ധമായിട്ട് വരുന്നതാണോ അന്യഥാ വന്നിട്ടുള്ളതാണോ എന്നൊക്കെ കവടി വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കറിയാം. ഒരു ജാതകം എന്ന് പറഞ്ഞാൽ ഒരു 80 വയസ്സ്, 83 വയസ്സ്, അല്ലെങ്കിൽ 73 വയസ്സ്, അല്ലെങ്കിൽ 53 വയസ്സ്, 43 വയസ്സ്, അത് ഫുള്ള് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന ദശകാലം, ഇന്ന ദശകാലം, ഇന്ന ദശകാലം, ഇന്ന ദശകാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ. അതിൽ അല്പായുസുണ്ട്, മധ്യായുസുണ്ട്, ദീർഘായുസുണ്ട്. അത് അഷ്ടമം കൊണ്ടാണ് ചിന്തിക്കുന്നത് അല്ലേ, 8ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അത് നിലനിൽക്കുമെന്ന് 9ാം ഭാവം കൊണ്ട് ചിന്തിക്കും. ഭാഗ്യം ഉണ്ടാവുമോ എന്നുള്ളത്, രോഗം ഉണ്ടായിട്ട് കിടക്കിലാണോ, അതൊക്കെ. അപ്പം അങ്ങനെ വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ, ആ ശുക്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് വാഹനാപകടമാണോ നോക്കുന്നത്. അതാണ് എന്നോട് വിളിച്ചു ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ശുക്രനെ ശനിയും കൂടെ യോഗം ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടി ഉണ്ടാവുമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് പറയാം. അതാണ് കണ്ടകശനി സമയത്ത് വാഹനങ്ങൾ, ആഡംബര സാധനം, കേസ് വഴക്ക് വെക്കാനോ വിദ്വേഷണം, ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എല്ലാവരും കളിപ്പിച്ചുകൊണ്ട് പോവുകയും എല്ലാ ആൾക്കാർക്കും ദുരിതങ്ങൾ സംഭവിക്കുന്ന സംഭവമാണ് ശനി. കണ്ടകശനി അല്ലേ ഏഴശനി. ഈ സമയത്തൊട്ടൊരു ജ്യോത്സ്യനെ കാണാനോ അമ്പലത്തിൽ പോകാനോ തോന്നത്തുമില്ല. അഥവാ ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തത് മുഴുമിപ്പിച്ച് കേൾക്കുമോ, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യമില്ല. അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടകശനി ഇല്ലെങ്കിൽ, ഇപ്പം ഭർത്താവിന് കണ്ടകശനി ഇല്ലേ, ഭാര്യ നിർബന്ധിക്കുകയാണെങ്കിൽ നോക്കില്ല, അമ്പലത്തിൽ പോവില്ല. ഭാര്യയ്ക്ക് കണ്ടകശനി ആണെങ്കിൽ ഭർത്താവ് പറയുകയാണെങ്കിൽ പോവില്ല. അതിൻ്റെ 2 ദിവസം, കണ്ടകശനി തുടങ്ങുന്നതിന് 2 ദിവസം വരെ അമ്പലത്തിൽ പോകും. പിന്നെ മാനസികമായിട്ട് തളരും ഇല്ലേ. അതാണ് കണ്ടകശനി. അപ്പം നമ്മൾ ഊർജ്ജം, അതാ നമ്മളിൽ തന്നെയാണ് ഈശ്വരൻ. നമ്മൾ തന്നെ അതിന് ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഗ്രഹനിലകൾ ഒരുപാടുണ്ട്. അല്പായുസ്, ദീർഘായുസ് ഒക്കെയുള്ള. അത് മറ്റു രീതിയിലൊന്നും ഒരു ജ്യോത്സ്യനും എഴുതത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എന്നോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് പറയാനും പറ്റില്ല. ഒരാളെന്നെ എൻ്റെ പിന്നെ കമൻറ്റ് ചെയ്ത പോലെ, താളിയോല വിൽക്കുന്നോ തരുമോ എന്ന്. ഇത് എന്തൊരു പോർഷനായിട്ടാണ് ചോദിച്ച്. താളിയോല വിൽക്കുമോ? അല്ലേ, എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. താളിയോല എന്നോട് ചോദിച്ചതാണ്. എന്തൊരു വിഡ്ഢിത്തരമാണ് ചോദിച്ചേ അല്ലേ. അതാണ് ഗുരുമുഖത്തുനിന്ന് ജ്യോതിഷം പഠിക്കണമെന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക. ഗ്രഹനില അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ നടക്കുള്ളൂ. പിന്നെ മറ്റ് ദോഷങ്ങളുണ്ടോയെന്ന്, അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ദുരിതങ്ങളോ ദോഷങ്ങളോ ഒക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പൂജകളൊക്കെ ചെയ്ത് ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് ജീവിതകാലം മൊത്തം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു ജാതകത്തിൽ എഴുതുന്നതല്ല, അതാത് സന്ധികളിൽ അതാത് പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി, ആയുരാരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുമെന്നാണ് എഴുതുന്നത് അവസാനം അല്ലേ. അല്ല ഇത്ര വയസ്സിൽ മരണമെന്ന് എഴുതത്തില്ല. അത് കമ്പ്യൂട്ടറൊക്കെയാണ്. 6-18 നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 73 വയസ്സ് വരെ ഉള്ളത്. ചുമ്മാ ഒരു ജ്യോത്സ്യം കൊടുക്കുന്ന സാധനമാണ് തിരിച്ചു തരുന്നത് അല്ലേ. കമ്പ്യൂട്ടറിന് സ്വബുദ്ധിയാലെ ചിന്തിക്കാനോ നിമിത്തം കൊണ്ട് ശാസ്ത്രത്തെ പറയാനോ അറിയില്ല. ഞാനൊരു എന്താ പറയുക, ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് കൊടുത്തെങ്കിൽ, ഒരു 50 വർഷത്തെ പഞ്ചാംഗത്തിൻ്റെ ആയിട്ടുള്ള കൊടുത്തെങ്കിൽ, അതിനകത്ത് 6-18 എന്ന് കയറ്റിയിട്ടാൽ, അല്ലെങ്കിൽ 5-30 എന്ന് കയറ്റിയിട്ടാൽ, 12 മണി എന്ന് കയറ്റിയിട്ടാൽ, അത് ഒറ്റയടിക്ക് ഒരു സെക്കൻഡിനുള്ളിൽ സാധനം തിരിച്ചിരുന്നു നമുക്ക് അല്ലേ. അപ്പോൾ പല ജ്യോതിഷന്മാരും ഇപ്പം കമ്പ്യൂട്ടർ ജ്യോതിഷന്മാരാണ്. സ്വന്തമായിട്ട് ഗ്രഹനില എടുക്കത്തില്ല. കൈകൊണ്ട് എഴുതി ഗണിക്കുന്നതിന് വളരെ ചുരുക്കമാണ്. ഒരടി അടിക്കുക, പരിഹാരവും വരും അപ്പുറത്ത്. പക്ഷെ ആ പരിഹാരം ചെയ്താൽ പ്രയോജനം ഉണ്ടോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. എന്നിട്ട് അടുത്ത ജ്യോത്സ്യനെടുക്കുക പോവുക. ഓരോ കുഴി ഇങ്ങനെ കുത്തുക വെള്ളം കാണാനായിട്ട്. ഏതെങ്കിലും ഒരു കുഴി കുത്ത്. നന്മ ഏതാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് അങ്ങനെയുള്ളൊരു കുഴി കുത്തി കഴിയുമ്പം അതിനകത്ത് വെള്ളം കാണും ഇല്ലേ. വെള്ളം കാണത്തില്ലേ? കാണണം. അതാണ് ഈശ്വര ചൈതന്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.
വീണ്ടും മറ്റൊരു നല്ല വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ തമ്മിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.